ഞങ്ങളുടെ ഒരു കുടുംബ കൂട്ടായ്മയാണ്. കൈരളി കൂട്ടായ്മ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നു. ഞങ്ങൾ 10 കുടുംബങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണ് കൈരളി കൂട്ടായ്മ. ഈ 10 കുടുംബങ്ങൾ ജാതി മത വ്യത്യാസമില്ലാതെ ഒരുമിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിൽ കർക്കിടക മാസത്തെ നമുക്ക് പണ്ടത്തെ രീതി അനുസരിച്ച് പണ്ട് പച്ചമരുന്ന് കഞ്ഞിയൊക്കെ കുടിച്ചു വരുന്ന കാലത്ത് ആ കാലങ്ങൾ അന്നം തിന്നു പോയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ അവസരത്തിൽ. അത് ഒന്നുകൂടി മൂടി പിടിപ്പിച്ചുകൊണ്ട് നാട്ടിലുള്ള പച്ചമരുന്നുകൾ എല്ലാം സ്വരൂപിച്ച് 28 ഐറ്റം മരുന്നുകൾ സ്വരൂപിച്ച് കർക്കിടക കഞ്ഞി ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് മാർക്കറ്റിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പാക്കറ്റ് കഞ്ഞി കിട്ടും. ആ കർക്കിടക കഞ്ഞി അല്ല ഞങ്ങൾ ഇവിടെ സ്വരൂപിച്ചത്. ഞങ്ങളുടെ 10 കുടുംബങ്ങളിലെ വനിതകൾ പോയി ഈ 28 ഐറ്റം മരുന്നുകൾ പറിച്ചെടുത്ത് ശേഖരിച്ച് ഇടിച്ച് പിഴിഞ്ഞ് നീരാക്കി ആ നീരിലാണ് ഉണക്കലരി എടുത്ത് തേങ്ങയും ചേർത്താണ് ഈ കർക്കിടക കഞ്ഞി ഞങ്ങൾ ഉണ്ടാക്കിയത്. കൂടാതെ ഇത് ഈ നാട്ടില് ഞങ്ങളുടെ കൂട്ടായ്മ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒപ്പം വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികമായിട്ടുമുള്ള ഞങ്ങൾ പ്രദേശത്തെ ആളുകളെ ഈ നന്മയിലേക്ക് വരുത്തുവാനും കൂടുതൽ ഞങ്ങളുടെ മക്കളെയൊക്കെ നന്മയിലേക്ക് ചൊരിയാനുമുള്ള ഒരു കൂട്ടായ്മയായിട്ടാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ച് കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കൂട്ടായ്മ ഈ പ്രദേശത്തിന് മറ്റുള്ള ആളുകൾക്കൊരു മാതൃകയായി തീരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഈ കർക്കിടക കഞ്ഞിയുടെ തുടക്കം കുറിച്ചുകൊണ്ട് 7 ദിവസമാണ് ഞങ്ങളിത് ഈ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് നാട്ടിലുള്ള പലരോടും ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഇലകൾ പറിച്ചെടുത്ത് ആ കഞ്ഞി കൂടുതൽ ഗുണം ചെയ്യും, ആ ശരീരത്തിന് ഗുണം ചെയ്യും എന്ന് മാതാപിതാക്കൾ പറഞ്ഞത് തന്നെ അത് ആ അർത്ഥവാക്യം പ്രയോഗിച്ചുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങളിത് 7 ദിവസം തുടർച്ചയായി കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്.